ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന ലെസനാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ആക്ടറും പ്ലെയറൈറ്റും പോയറ്റുമെല്ലാമായ വില്യം ഷേക്സ്പിയർ ആണ്. ദി മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്നത് വില്യം ഷേക്സ്പിയറുടെ ഒരു പ്ലേ ആണ്, ഒരു ഡ്രാമയാണ്. ഇതിൽ പറയുന്നത് വെനീസിൽ നിന്നുള്ള രണ്ട് വ്യാപാരികളായ ഷൈലോക്കിൻ്റെയും ആൻ്റോണിയോയുടെയും രസകരമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചാണ്. ഇനി നമുക്കിതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ആൻ്റോണിയോ ഒരു ക്രിസ്ത്യൻ കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ബസാനിയോയ്ക്ക് വേണ്ടി ലോൺ എടുക്കുകയാണ്. ആ ലോണിൻ്റെ എല്ലാ കണ്ടീഷൻസും അനുസരിച്ചുകൊണ്ട്. പോർഷ്യ ബെൽമണ്ടിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ്. പോർഷ്യയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബസാനിയോ ആൻ്റോണിയോയിൽ നിന്നും കടം വാങ്ങിക്കാൻ പോകുന്നത്. പിന്നെ ആൻ്റോണിയോയെ കേസിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ബൽത്താസാർ എന്ന യുവ വക്കീലിൻ്റെ വേഷത്തിൽ വന്നത് പോർഷ്യയാണ്. ബസാനിയോ ആൻ്റോണിയോയുടെ ഫ്രണ്ടാണ്. ബസാനിയോയ്ക്ക് പോർഷ്യയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണ് ആൻ്റോണിയോ ലോൺ എടുക്കുന്നത്. ഷൈലോക്ക് ഒരു ജൂയിഷ് മണി ലെൻഡറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജൂത പണമിടപാടുകാരനാണ്. അയാൾ ഒട്ടും കരുണയും ദയമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഷൈലോക്കിൻ്റെ കയ്യിൽ നിന്നാണ് ആൻ്റോണിയോയും ബസാനിയോയും ലോൺ എടുക്കാൻ വരുന്നത്. ആൻ്റോണിയോയ്ക്ക് 3 മാസങ്ങൾക്കുള്ളിൽ കാശ് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആൻ്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് 1 പൗണ്ട് മാസം മുറിച്ചെടുക്കുമെന്ന നിബന്ധനയിലാണ് ഷൈലോക്ക് അവർക്ക് പണം നൽകുന്നത്. ബെല്ലാരിയോ അദ്ദേഹം പോർഷ്യയുടെ ഒരു കസിനാണ്. അതേപോലെ തന്നെ ഒരു അറിയപ്പെടുന്ന വക്കീൽ കൂടിയാണ്. ബെല്ലാരിയോയിൽ നിന്നും ലെറ്റർ വാങ്ങിച്ചിട്ടാണ് പോർഷ്യ ആൻ്റോണിയോയെ സേവ് ചെയ്യാൻ ബൽത്താസാർ എന്ന പേരിൽ അവിടെ വരുന്നത്. ബൽത്താസാർ പോർഷ്യ തന്നെയാണ്. ആൻ്റോണിയോയെ സേവ് ചെയ്യാൻ വേണ്ടി കോർട്ടിൽ ബൽത്താസാർ എന്ന വക്കീലിൻ്റെ രൂപത്തിൽ വരുന്നത് പോർഷ്യയാണ്. ദി ഡ്യൂക്ക് ഓഫ് വെനീസ് അദ്ദേഹം വെനീസിൻ്റെ ഭരണാധികാരിയാണ്, പവർഫുൾ മാനാണ്. അദ്ദേഹമാണ് ആൻ്റോണിയുടെ കേസ് ജഡ്ജ് ചെയ്യുന്നത്. നെറിസ പോർഷ്യയുടെ ഫ്രണ്ടാണ്. പോർഷ്യയുടെ കൂടെ ക്ലർക്കിൻ്റെ വേഷത്തിൽ നെറിസയാണ് എത്തുന്നത്.